സൗത്ത് ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഇത് കടബാധ്യതയ്ക്ക് കാരണമാവും. ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല. സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഡൈവേഴ്സ് എന്നിവയ്ക്ക് ഇത് കാരണമാവും. വിവാഹ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാവും. വീടിനെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റുകൾ വരാനേ പാടില്ലാത്ത പ്രധാനപ്പെട്ട 2 ദിക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ പ്രശ്നവും പരിഹാരവും പരിചയപ്പെടാം. ഇതൊരു വീടാണ്. ഇതിനെ നമ്മൾ 9 കളങ്ങളാക്കി തിരിച്ചു. 9 കളങ്ങളാക്കി തിരിക്കുമ്പോൾ 8 ദിക്കുകളുണ്ട്. തെക്കുണ്ട്, വടക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, കിഴക്കുണ്ട്. തെക്ക് കിഴക്ക് അഗ്നികോണുണ്ട്, വടക്ക് പടിഞ്ഞാറ് വായുകോണുണ്ട്, തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയുണ്ട്, വടക്ക് കിഴക്ക് ഈശാന കോണുണ്ട്. ഇപ്പോൾ 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമായി. ഇതിൽ സൗത്ത് ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കടബാധ്യതയ്ക്ക് കാരണമാവും. അപ്പോൾ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ത് പാടില്ല? ടോയ്ലറ്റ് പാടില്ല. വീടിനകത്തോ പുറത്തോ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാൽ അത് കടബാധ്യത ഉണ്ടാക്കും. അങ്ങനെ വന്നുപോയി, ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. വാടക വീടാണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടക വീട് എടുക്കാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ വാടക വീട് ഒഴിയുക. അതിനും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഡ് ലൈറ്റ് ഫുൾ ടൈം ഇടാം. അടുത്തത്, സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ട്, അതായത് കന്നിയിൽ. എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഡൈവേഴ്സ് എന്നിവയ്ക്ക് ഇത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ആ ടോയ്ലറ്റ് ഒഴിവാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വിവാഹ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാവും. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട്, യൂട്രസ് സംബന്ധമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ ടോയ്ലറ്റ് മൂലം ഉണ്ടാകും. അപ്പം ഇനി ഇതൊന്നും പറ്റുന്നില്ല, അത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഒരു പരിഹാരമായി അതിനകത്ത് പറയുന്നത് 5 റോഡ് വിൻചയമാണ്. 5 പൈപ്പുകളുള്ള ഒരു ബെല്ല് വാങ്ങിച്ചിട്ട് ഈ ബാത്റൂമിന് അകത്തിടുക. എന്താണ്? 5 റോഡ് വിൻചൈം ബാത്റൂമിനകത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്നൊരു ടൂളാണ്. 2026 സംബന്ധിച്ചിടത്തോളം സൗത്തിൽ വരുന്ന ബെഡ്റൂമിലോ സൗത്തിൽ വരുന്ന ലിവിങ്ങിലോ എൻട്രൻസിലോ ഈ ഒരു 5 എലമെന്റ് ഏറ്റവും അത്യാവശ്യമാണ്. ഇത് ചില ക്രിസ്റ്റലുകളാണ്, നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. അമത്തിസ്റ്റ് വന്നിട്ട് ഒരു സ്പിരിച്വൽ എനർജി, ഗ്രീൻ ജേഡ് വന്നിട്ട് ഹെൽത്ത്, സിട്രൺ വന്നിട്ട് വെൽത്ത്, ഇത് കർണേലിയൻ വന്നിട്ട് ജോബ് ആൻഡ് കരിയർ. ഇനി വീടിൻ്റെ സ്വീകരണ മുറിയിൽ വയ്ക്കാവുന്ന 4 സ്വർഗീയ അനിമൽസ് എന്ന് പറയുന്നത്, സൗത്തിൽ ഫീനിക്സ് ബേർഡ് ഉണ്ട്, നോർത്തിൽ ടോർട്ടോയിസ് ഉണ്ട്, ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ ഉണ്ട്, വെസ്റ്റിൽ വൈറ്റ് ടൈഗർ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുള്ളൊരു വർഷമായി 2026 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.